എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ലൈക്ക് ഇത് ബാക്കിയുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, എനിക്കിതൊന്നും ആകാനുള്ള യോഗയില്ല, നത്തിങ് എവർ വർക്ക്സ്. എനിക്കൊന്നും വർക്ക് ആവില്ല, എല്ലാ പ്രശ്നങ്ങളേ ഉണ്ടാവും. എനിക്ക് ഇന്ന കൈൻഡ് ഓഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഇന്ന കൈൻഡ് ഓഫ് ജോബ്സ് ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്യത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും മൈൻഡ് പറയുന്ന ഈ സംഭവങ്ങളാണ് നിങ്ങളത്. ബട്ട് ഞാനിത് നിങ്ങളുടെ തോട്ട്സ് മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നമ്മുടെ മൈൻഡിൽ കൂടെ ഒരു ഡേ തൗസൻഡ്സ് ഓഫ് തോട്ട്സ് പോകുന്നുണ്ട്. അതിൽ വെറും ഒരു തോട്ടായിരിക്കും അത്. ചിലപ്പോൾ നമ്മൾ പോലും അറിയില്ല, ഇത് നമ്മളൊരു റൊട്ടീൻ പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ത് വന്നാലും ചിലപ്പോൾ നമ്മൾ അങ്ങനെയായിരിക്കും പറയാം. അത് നമ്മുടെ മൈൻഡ് ചൂസ് ചെയ്ത സംഭവമാണ്. ആക്ച്വലി ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ വളർന്നു വരുന്നതോറും നിങ്ങളുടെ മൈൻഡിൽ കൂടുതൽ ഇൻജെക്റ്റ് ചെയ്യപ്പെട്ട സംഭവമായിരിക്കും അത്. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞാനൊന്നിനും കൊള്ളത്തില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് എന്താണോ ഫീഡ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഈ വീഡിയോയിൽ നമുക്ക് എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയാം. ഇത് സൈലന്റ്ലി നമ്മുടെ ലൈഫ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ മുരടിപ്പിക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ബ്രേക്ക് ഫ്രീ ചെയ്യാം, ബേസിക് ആയിട്ടുള്ള കാര്യത്തെ പറ്റി പറയാം. ബിലീഫ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു പെയർ ഓഫ് ഇൻവിസിബിൾ ഗ്ലാസസ്. ചൈൽഡ്ഹുഡ്, കൾച്ചർ, റിലീജിയൻ, എക്സ്പീരിയൻസസ്, പിന്നെ വേർഡ്സ് പീപ്പിൾ സെറ്റ് ചെയ്യും. സമയം കടന്നു പോകുന്തോറും നിങ്ങൾ വിചാരിക്കും അതാണ് സത്യമെന്ന്. പക്ഷേ ഇതൊന്നും എപ്പോഴും സത്യമാണെന്നില്ലല്ലോ. ഇറ്റ്സ് ജസ്റ്റ് എ റിപ്പീറ്റഡ് തോട്ട്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തേക്കുവാണ് അത് റിയൽ ആണെന്ന് വെച്ചിട്ട്, അതാണ് സത്യമെന്ന് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, അതാണോ സത്യം? മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. അന്നോർത്ത് നമ്മുടെ ചിന്താഗതിയും അവരെ പോലെ ആക്കണമെന്നുണ്ടോ? ബിലീഫ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് ലിമിറ്റിംഗ് ബിലീഫ്. ഈ ബിലീഫ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ലിമിറ്റിംഗ് ബിലീഫ്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ബിലീഫ് സിസ്റ്റത്തിൽ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില ബിലീഫ്സ് ഉണ്ടാവും. അപ്പോൾ ആ കൈൻഡ് ഓഫ് ബിലീഫ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഞാൻ അത്ര സ്മാർട്ട് അല്ല, എന്നെ പോലുള്ള ആൾക്കാരൊന്നും വലിയ സക്സസ്ഫുൾ ആവില്ല, എന്തിനാണ് ട്രൈ ചെയ്യുന്നത്, ഞാൻ എന്തായാലും തോറ്റു. ഇതൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. മിക്കപ്പോഴും ദീസ് കൈൻഡ്സ് ഓഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴോ ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളോട് പറഞ്ഞതായിരിക്കണം, ലൈക്ക് യു ആർ നോട്ട് കേപ്പബിൾ. ചിലപ്പോൾ നിങ്ങൾ ഒരു വട്ടം എന്തെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടാവും. സോ ഇപ്പം നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ ബിലീഫൊക്കെ ഉണ്ടല്ലോ, നിങ്ങളിത് കുറേ വട്ടം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് യു ആർ ലൈക്ക് റീപ്ലേയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഐ എം നോട്ട് കേപ്പബിൾ. നിങ്ങൾക്ക് പുതിയൊരു തോട്ട് പ്രാക്ടീസ് ചെയ്തോടെ. ഐ എം കേപ്പബിൾ ഇനഫ്, വൈ നോട്ട്? ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ക്യാമറയുടെ ഫ്രണ്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. മെയിനായിട്ട് എന്താ എൻ്റെ ഫേസ് കാണിക്കാൻ പോലും. ബിക്കോസ് ചെറുപ്പം തൊട്ടേ പ്രൊഹിബിറ്റഡ് ആയിരുന്നു എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറയിൽ സംസാരിക്കാനും ഇപ്പോൾ ക്യാമറയുടെ ഫേസ് കാണിച്ച് സംസാരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡു ദാറ്റ്. പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, വൈ നോട്ട്? എന്നോട് ഇത് ആരാ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഫിഡൻ്റ് അല്ലാത്തത് ആലോചിച്ചപ്പോൾ ഐ തോട്ട് ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോൾ ഇതെൻ്റെ ഫാമിലി ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു. പല ഡിസ്കറേജിങ് രീതിയിലുള്ള ടോക്സ് ഉണ്ടായിട്ടുണ്ട്, അതുണ്ടായിരുന്നു. വൈ ഷുഡ് ഐ ബിലീവ്? ഞാൻ ഇതിനകത്തൊക്കെ വിശ്വസിക്കുന്നത്. ഞാൻ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അന്നേരം ഞാൻ റിയലൈസ് ചെയ്തു ഇതൊന്നും എൻ്റെ വിശ്വാസങ്ങളല്ല. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കോൺഫിഡൻ്റ് അല്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് എവിടെയും കാണിക്കരുത്, എവിടെയും സംസാരിക്കരുത്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു പേടിയായിരുന്നു. ഐ ജസ്റ്റ് അഡോപ്റ്റഡ്. ഞാൻ ആ ലിമിറ്റിംഗ് ബിലീഫിനെ വിട്ട് കളഞ്ഞപ്പോൾ ഐ സ്റ്റെപ്ഡ് ഇൻ ടു എ ന്യൂ വേർഷൻ ഓഫ് മൈസെൽഫ്. സോ എങ്ങനെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയുമോ അതെന്താന്ന് നോക്കുക. എപ്പോഴും പറയുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വൈ, എന്തുകൊണ്ട്, എന്നോട് ഇത് ആരാ പറഞ്ഞത്, ഹു ടോൾഡ് മീ ദിസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ജേർണൽ ചെയ്യാം. പിന്നെ ജേർണലിങ്ങിൻ്റെ ഒപ്പം നിങ്ങൾ ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മണീനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മണീനെ പറ്റി ഞാൻ എന്തൊക്കെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ ലവിനെ പറ്റി ഞാൻ എന്തൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, പിന്നെ സക്സസിനെ പറ്റി. ഇതൊക്കെ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി വിചാരിക്കുന്നതെന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബിലീഫ് സിസ്റ്റം ഒക്കെ എന്നെ ഹേർട്ട് ചെയ്യാനോ അതോ ഹെൽപ്പ് ചെയ്യാനോ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. ഇതിലേതെങ്കിലും നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഇതെങ്ങനെ ഹെൽപ്ഫുൾ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഏത് രീതി ചിന്തിച്ചാലാണ് എൻ്റെ പ്രസന്റ് സെൽഫിനെയും ഫ്യൂച്ചർ സെൽഫിനെയും ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കാം. അവിടെ ഒരു അവയർനെസ് ഉണ്ടാവുക ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഫ്രീഡം. റീപ്രോഗ്രാമിംഗ് ബിലീഫ്സ്. ഇത് സ്പോട്ട് ചെയ്താൽ അപ്പം തന്നെ റീപ്രോഗ്രാം ചെയ്യണം. എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇതൊരു നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. നമ്മൾ നേരെ റിപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ മോർ ദാൻ ഇനഫ് എന്ന് പറയും. സേ ഇറ്റ്, റൈറ്റ് ഇറ്റ് ആൻഡ് റിപ്പീറ്റ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ തോട്ടിനെ തന്നെ ചലഞ്ച് ചെയ്യുക. ആസ്ക് യുവർസെൽഫ്, ഇത് ഫാക്ട്സിനെ ബേസ് ചെയ്താണോ അല്ലെങ്കിൽ പേടിയെ ബേസ് ചെയ്താണോ ഈ ബിലീഫ് സിസ്റ്റം? ഓരോ ദിവസം ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 1% ബെറ്റർ റേറ്റ്.
എടുക്കില്ലേ, അതുപോലെ തന്നെ ഓരോ ദിവസം ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് എടുക്കുക. ആക്ഷൻ ബിൽഡ്സ് എവിഡൻസ്. ഈ സ്മോൾ വിന്നും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ റീറൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ചുറ്റും പോസിറ്റീവും നിങ്ങളെ എംപവർ ചെയ്യുന്ന തിങ്സ് ആയിട്ട് സറൗണ്ട് ചെയ്യുക. എംപവർ ചെയ്യുന്ന വോയിസസ്, പീപ്പിൾ, ബുക്സ്, വീഡിയോസ്. നിങ്ങളുടെ പുതിയ ബിലീഫ് സിസ്റ്റമായിട്ട് ഒത്തുപോകുന്നവരെ വേണം സറൗണ്ട് ചെയ്യാൻ. സോ ഇതൊന്നും നിങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ല, ഇതൊന്നും നിങ്ങളുടെ തെറ്റുകളോ ഒന്നുമല്ല. നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ളവരാണോ, നല്ലവരാണെങ്കിൽ നല്ല തിങ്സ് നമ്മുടെ മൈൻഡിലേക്ക് ഇൻജെക്ട് ചെയ്യും, ചീത്തവരാണെങ്കിൽ അവരുടെ പോലെ തന്നെയുള്ള തിങ്സ് ഇൻജെക്ട് ചെയ്യും. നമ്മുടെ ബ്രെയിൻ റിപ്പീറ്റഡ് ആയിട്ട് എന്തൊക്കെയാണോ കേൾക്കുന്നത് അതാണ് അത് എടുക്കുക. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തായതൊന്നും നിങ്ങളുടെ തെറ്റല്ല. നമ്മൾ വളർന്നു വരുമ്പോൾ എന്തൊക്കെയാണോ കേൾക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ചേഞ്ച് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് അത് നമ്മുടെ കയ്യിലാണ്. സോ നിങ്ങളൊരു നല്ല ഫ്യൂച്ചർ സെൽഫിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഫർമേഷൻസ് പറയാം. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം മോർ ദാൻ ഇനഫ്. സോ ഇത് നിങ്ങൾ കോൺസ്റ്റന്റ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പറഞ്ഞാലാണ് കാര്യം. അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇതൊക്കെ സ്ഥിരം കേൾക്കുന്നതും സ്ഥിരം നിങ്ങളുടെ മൈൻഡിൽ പൊക്കോണ്ടിരിക്കുന്ന സംഭവമാണ്. സോ അത് ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അൺഫെമിലിയർ ആയിട്ടുള്ള സംഭവം നിങ്ങളുടെ മൈൻഡിലേക്ക് കുറച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ ഡെയിലി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചു എന്ന് വെച്ചു, അത് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ ചെയ്യാണ്ട് വരുമ്പോൾ പതുക്കെ ബ്രെയിൻ അതിനെപ്പറ്റിയുള്ള മെമ്മറീസ് പുറന്തള്ളും. യു ആർ നോട്ട് യുവർ പാസ്റ്റ്, യു ആർ നോട്ട് യുവർ ഫിയർ, യു ആർ നോട്ട് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ദാറ്റ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ്സ് യുവർ ലൈഫ്. പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയ ബിലീഫ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ ഇതൊരിക്കലും ലേറ്റ് ആയിട്ടില്ല. സോ സ്റ്റാർട്ട് ടുഡേ.